ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കുഞ്ഞിമത്തി കൊണ്ട് ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് കാണാത്ത ഒരു സ്പെഷ്യൽ ബിരിയാണി. ആദ്യമായി കഴുകി വൃത്തിയാക്കിയ കുഞ്ഞിമത്തിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ടോളൂ. കാരണം നമ്മൾ വേറെ നെയ്ച്ചോറിൻ്റെ സമയത്ത് വേറെ ഉപ്പിടുന്നില്ല ഗൈസ്, ഉപ്പിടുന്നില്ല. ഇനി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടാം. ഗായ്സ്, എരിവ് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആവശ്യം. ഗായ്സ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ചട്ടി അങ്ങനെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കാം. ഗായ്സ്, ഇനി നമ്മൾ ഇത് വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ അരി കഴുകിയെടുക്കണം. ഗായ്സ്, ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 തവണ വെള്ളത്തിൽ കഴുകിയ അരിയിലേക്ക് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഗായ്സ്. കാരണം അത് കുതിരാൻ വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞിമത്തി ഇപ്പോൾ വെന്ത് കഴിഞ്ഞു ഗായ്സ്, വെന്ത് കഴിഞ്ഞു. ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് കുഞ്ഞിമത്തിയെ വേവിച്ചെടുക്കാം. ഗായ്സ്, ഇപ്പോൾ നന്നായി വെന്ത് നല്ല മണം വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിമത്തി അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ച ആ അരി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഗായ്സ്, വേവിക്കാം. ഗായ്സ്, അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം കുഞ്ഞിമത്തിയും അരിയും തമ്മിൽ മിക്സായാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി. ഗായ്സ്, ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഗായ്സ്, ടേസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം ഗായ്സ്, നെയ്യ്. ഒന്നുകൂടി ഇളക്കിയ ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഗായ്സ്. അതിനു മുമ്പേ കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഗായ്സ്, ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. ഗായ്സ്, നമുക്ക് നമ്മുടെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഗായ്സ്, ഇപ്പോൾ നല്ല തിളച്ച് വന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ തീ കുറച്ച് കുറക്കുകയാണ്. ഗായ്സ്, നമ്മുടെ കുഞ്ഞിമത്തി ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗായ്സ്, അടിയിൽ ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗായ്സ്. എന്നാൽ മത്തിയൊന്നും ഉടഞ്ഞിട്ടുമില്ല ഗായ്സ്. നന്നായി ഒന്ന് ഒരുമിപ്പിച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കാം ഗായ്സ്. ആ നിലവിൽ അടിയിലെ വെള്ളം വറ്റുന്ന നേരം വരെ മാത്രം മതി ഗായ്സ്. ഒരു ഏകദേശം മാക്സിമം 5 മിനിറ്റ് മതി ഗായ്സ്. നന്നായി അമർത്തി ഒതുക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ചേക്ക് ഗായ്സ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിമത്തിയുടെ അടിയിലുണ്ടായിരുന്ന ആ വെള്ളം കൂടി വറ്റി നല്ല കിടിലൻ ബിരിയാണി റെഡി ആയിരിപ്പുണ്ട്. എന്തു നല്ല മണമാണ് ഗായ്സ്. ഇതിന്റെ രുചി എനിക്ക് പറയാൻ പറ്റുന്നില്ല. അടിപൊളിയായിരിക്കും ഗായ്സ്. ഗായ്സ്, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ കുഞ്ഞിമത്തി ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാ ഭാഗവും നന്നായിട്ട് നിളക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് ചേർത്ത് അടുപ്പിച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഗായ്സ്. ഗായ്സ്, കിടിലൻ മണമാണ് ഗായ്സ്, ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് ഗായ്സ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിമത്തി ബിരിയാണി കിടിലൻ ടേസ്റ്റോട് കൂടി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. വാവ്, സൂപ്പർ! എന്ത് നല്ല രുചി, എന്ത് നല്ല മണം ഗായ്സ്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഗായ്സ്. ഗായ്സ്, നമ്മുടെ കുഞ്ഞിമത്തി ബിരിയാണി ഇതാ നമ്മൾ കഴിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഗായ്സ് എനിക്കെൻ്റെ രുചി അടയ്ക്കാൻ പറ്റുന്നില്ല ഗായ്സ്, കൊതി കൂടി വരുന്നു ഗായ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അലങ്കരിക്കാൻ വേണ്ടി 3 കുഞ്ഞുമത്തി വാർത്തതും കൂടെ വെക്കാം ഗായ്സ്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് ഗായ്സ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ തൈരോ സാലഡുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറും 3 പച്ച സവാള മാത്രമാണ് ഗായ്സ് കഴിക്കുന്നത്. പച്ച സവാള ഗായ്സ്, സൂപ്പർ സൂപ്പർ ഗൈസ്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കുഞ്ഞുമത്തി മാർക്കറ്റിൽ കിടലിനായിട്ട് കിട്ടുന്നുണ്ട്. 1 കിലോ കുഞ്ഞുമത്തിക്ക് 40 രൂപയുള്ളൂ ഗൈസ്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളി ഗൈസ്. കുഞ്ഞുമത്തി ആയതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട, മുള്ളൊന്നും തറിക്കില്ല, മുള്ളൊന്നും കുത്തിക്കൊള്ളുമെന്ന് ആരും പേടിക്കണ്ട. കാരണം കുഞ്ഞുമത്തിയുടെ മുള്ളക്ക് എന്തോരം കുത്താനാ ഗൈസ്. ഇതിലും വലിയ എത്ര മുള്ളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു ഗൈസ്. എല്ലാവരും ചെയ്ത് നോക്കുക ഗൈസ്, സൂപ്പർ ടേസ്റ്റ് ആണ് ഗൈസ്. എന്തായാലും ട്രൈ ചെയ്തതിനു ശേഷം ഒന്ന് കമന്റ് അടിക്കുക ഗൈസ്. താങ്ക് യു ഗൈസ്.